അപ്പോൾ ഇന്ന് മെയ് 10-ാം തീയതി ഞങ്ങളുടെ 27-ാം ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഞങ്ങൾ റഷ്യയിൽ വന്നായിരുന്നു. ഇന്ന് വീണ്ടും റഷ്യയുടെ മറ്റേ അറ്റത്തേക്ക് ഏതാണ്ട് അസ്ട്രാഖാനിലേക്ക് പോവുകയാണ്. അസ്ട്രാഖാൻ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് 550 അല്ല 560 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. 10 മണിക്കൂറോളം ട്രാവലുണ്ട്. ഇന്നത്തെ നമ്മുടെ സാരഥി ഇത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീഡിയോ അല്പം ലേറ്റായി. അപ്പം ഷോയിച്ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. സാബു ഭാഗത്ത് ഇത്രയും നേരം വണ്ടി ഓടിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫോർ സോ ഗുഡ്. ഏതാണ്ട് വില്ലേജുകളിൽ കൂടിയൊക്കെയാണ് നമ്മൾ യാത്ര നടത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാസ് ലൈൻ പോകുന്ന വഴി. ആ മഞ്ഞ പൈപ്പ് നമുക്ക് കാണാം വീടുകളുടെ ഫ്രണ്ടിൽ കൂടെ. സൂം ഔട്ട് ചെയ്താൽ ഈ കാണുന്നതെല്ലാം ഗ്യാസ് ലൈനാണ് പോകുന്നത്. ഓരോ വീടുകളിലേക്കുള്ള ഗ്യാസ് കണക്ഷനാണ്. ഇതൊക്കെ എന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആകുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇറ്റ് മേ ടേക്ക് സം ടൈം. സോ ഒത്തിരി ഡെവലപ്ഡ് ആയെന്ന് പറയാനും പറ്റത്തില്ല. തണുപ്പുള്ള നല്ല തണുപ്പുള്ള -10, -15, -18, -20 ഇടയ്ക്ക് തണുപ്പുള്ള രാജ്യമാണ് റഷ്യയിലെ കസാഖിസ്ഥാനൊക്കെ. റഷ്യയിൽ എവിടെയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇവിടെയും തണുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ഷീറ്റൊക്കെ ഇട്ട് താമസിക്കുമ്പോൾ തണുപ്പിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അടിയിൽ ഇൻസുലേഷൻ കാണുമായിരിക്കാം. വോൾ ഇൻസുലേഷനും സീലിംഗ് ഇൻസുലേഷനും ഒക്കെ കാണുമായിരിക്കും. അതുപോലെ വളർത്തു മൃഗങ്ങൾ, പശു, ആട് എന്നിവയൊക്കെ ഇഷ്ടംപോലെ വഴിയിലൊക്കെ നിൽപ്പുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഇവർ ഈ വില്ലേജേഴ്സ് ജീവിക്കുന്നത് എന്ന് കരുതുന്നു. ഇഷ്ടംപോലെ വഴി നിൽപ്പുണ്ട്. നമ്മുടെ പഴയ വഴികളിൽ പശുവിനെ നിർത്തുന്ന പോലെ തീറ്റിക്കുന്ന പോലെ തീറ്റുന്നുണ്ട്. ഇതൊന്നും വഴിയിലേക്ക് ചാടി വരാതെ നോക്കണം. അതെ, റോഡിന് നടുക്ക് പുല്ലാത്തതുകൊണ്ട് മൃഗങ്ങൾ വഴിയിലില്ല. ഭാഗ്യം. നമ്മളിപ്പം നല്ലൊരു ഹൈവേയിലാണ് യാത്ര ചെയ്യുന്നത്. E119 എന്ന് പറയുന്ന ഹൈവേ ആണിത്. അതിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ സ്റ്റേഷനുണ്ട്. മുട്ടിന് എല്ലായിടത്തും പെട്രോൾ സ്റ്റേഷനുണ്ട് ഇഷ്ടംപോലെ. ഇതുവരെ യാത്ര ചെയ്തതിലെങ്ങും പെട്രോൾ സ്റ്റേഷനോ അല്ലെങ്കിൽ ഫുഡോ പെട്രോളോ ഒന്നും കിട്ടാതെ ഇരുന്നിട്ടില്ല. 27 ദിവസവും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടുമായിരുന്നു. ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് എന്തോ ചെടികളുണ്ട്. നല്ല പൂവാണ്. എന്തെങ്കിലും ചിലപ്പോൾ ഒരു എണ്ണയ്ക്കൊക്കെ വേണ്ടി വല്ലോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിനുവേണ്ടി ആയിരിക്കാം അത്. എല്ലാം പൂവാണ്. ചെറിയ ചെടി, വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത ഒരു സൈസും ഇവിടെ ഇല്ല. പുറകിലുണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ ആ രീതിയിലുള്ള പൂവ്, നമ്മുടെ 3 മണി പൂവ്, ആ ഒരു ടൈപ്പിലുള്ളൊരു പൂവ് കാണുന്നത്. അത് ഇവിടെയൊക്കെ ഉണ്ട്. ഫുള്ള് നോക്കിയാൽ കംപ്ലീറ്റ് അതാണ്. വീഡിയോയിലൊന്നും ക്ലിയർ ആയില്ല. ഞങ്ങൾ പോകുന്ന സ്പീഡിൽ എന്നാലും അതായത് മുഴുവൻ അങ്ങനത്തെ ചെടികൾ, പല കളറിലുള്ള പൂവാണ് മുഴുവൻ. 1 മീറ്റർ പോലെ, ഒരു 1/2 മീറ്റർ ഹൈറ്റേ ഉള്ളൂ ചെടിക്ക്. ആകെ 1/2 മീറ്റർ ഹൈറ്റ് മാക്സിമേ ഉള്ളൂ. ഞങ്ങൾ ഏതാണ്ടൊരു 450 കിലോമീറ്ററോളം ഓടിച്ചു കഴിഞ്ഞു. നോക്കിയാൽ കാണാം. ടെമ്പറേച്ചർ 29 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഇന്നിവിടുത്തെ. ചെറിയ ചൂടും ഒക്കെ ഉണ്ട്.
കണ്ണെത്താ ദൂരം വരെ സ്ട്രെയിറ്റ് വഴിയാണ്. സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് വേണമെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഉറങ്ങി എണീക്കാം. അതുപോലെ സ്ട്രെയിറ്റ് വഴിയാണ്. 2 സൈഡിലും ഫീൽഡൊന്നുമല്ല, എം ടി ആയ സ്ഥലം. അങ്ങനെ അങ്ങ് പോവുകയാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് എത്താറായി. റഷ്യയുടെ ഒരു സൈഡിലേക്ക് എത്തി. അതിപ്പം ഞാൻ ഈ സൈഡ് കാണുമ്പോൾ ബോംബെ ചേരിയിൽ എത്തിയതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഇതൊരു തകർന്നു നടക്കുവാണല്ലോ ഇതൊക്കെ. തകരപ്പെട്ടിയും കൊണ്ട് വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഷെഡുകൾ ഇവിടെ ഉണ്ട്. ദൈവമേ, ഇത്രയും വീടുകളെല്ലാം പലക അടിച്ചും പെട്ടിയും കൊണ്ട് മുകളിലൊക്കെ അടച്ചു കൂട്ടി. ഒരു കടലിൻ്റെ ഒരു കടലാണിത്. ലേക്കാണോ അല്ലേ? ലേക്കിൻ്റെ അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഫ്രണ്ടിലൊരു ലേക്കുണ്ട്. ലേക്ക് ഇത്രയും വലിയ ലേക്കോ? ഇത് ലേക്കാണല്ലോ. ഭയങ്കര ഒരു ലേക്കായിട്ട് തോന്നുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ചെറിയ ടൗണൊക്കെ നല്ല അത്യാവശ്യം. ഞങ്ങൾ പോകുന്നപ്പോൾ പിന്നെ ഇത്രയും വലിയ ടൗൺ കണ്ടില്ല. ഓൾ ഡേ എന്ന് യാത്ര ചെയ്തെങ്കിലും അവിടെ ഞങ്ങളുടെ കയ്യിൽ ഇവിടുത്തെ ലോക്കൽ മണി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആകെ ദുഃഖത്തിലും സങ്കടത്തിലും വിഷമത്തിലും ഒക്കെയാണ്. അത് ഏത് കാര്യത്തിനും ഇവിടുത്തെ പൈസ ലോക്കൽ റൂബിൽ വേണം. അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് നമ്മൾ. 3 ദിവസത്തേക്ക് ഇവിടെ അവധിയാണ് ആക്ച്വലി. ഇവിടെ നമ്മുടെ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് ആണ് 3 ദിവസം. ഇന്നലെയും ഇന്നും നാളെയും. അതുകൊണ്ട് തന്നെ പല കടകളും തുറക്കുന്നില്ല. എക്സ്ചേഞ്ച് ഷോപ്സ് ഒന്നും കാണുന്നില്ല. മണി എക്സ്ചേഞ്ച് ഷോപ്സ് ഒന്നും കാണുന്നില്ലാത്ത കാരണം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വെള്ളവും ബ്രെഡൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. എന്തായാലും ഇടയ്ക്കൊരു ബ്രേക്കായിട്ടല്ലേ, ഒരു ഡയറ്റ് ബ്രേക്ക്. ഇനി എവിടെയെങ്കിലും എക്സ്ചേഞ്ച് ഇവിടെ ടൗൺ എത്തിയപ്പം എക്സ്ചേഞ്ച് ഷോപ്പ് കാണും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ചിലപ്പോൾ ഹോട്ടലിൽ കിട്ടുമായിരിക്കും അല്ലേ? ഇവിടെ പോലീസുകാരുടെ ഒരു കേളി വിലാസമാണ്. എപ്പോഴും 5-10 മൈൽസിനിടയ്ക്ക് ചെക്കിങ്. പോലീസും മിലിറ്ററി ഓഫീസേഴ്സും പോലീസുകാർ വന്ന് എപ്പോഴും വണ്ടി ചെക്ക് ചെയ്യുക, വണ്ടി നോക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് മേടിക്കുക, ലൈസൻസ് ചെക്ക് ചെയ്യുക, പാസ്പോർട്ട് ചെക്ക് ചെയ്യുക. ഇത് കാണിച്ച് മടുത്തു. നമുക്ക് റൈറ്റാണ് പോവാം. അപ്പം എന്ന് വെച്ചാൽ ഒരിടത്ത് ഇതുപോലെ ഒരു ഹോം ഓഫീസ് പോലെ ഇടയ്ക്കുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ പാസ്പോർട്ട് അവർ കാണിച്ചു, എൻട്രി ചെയ്തു. അവർ അതൊക്കെ എന്തിനാന്ന് മനസ്സിലായില്ല. സാധാരണ ബോർഡറിലാണ് ഇങ്ങനെയൊക്കെയുള്ള ചെക്കിങ് വരുന്നത്. പക്ഷെ അതും ചെയ്തു. എന്തിനാണ് എന്തൊന്നും അറിയില്ല. എന്നാലും പഴയ വീടുകളും പഴയ കെട്ടിടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലൊക്കെ നമുക്ക് പലതും കാണാം. ഇവിടുത്തെ ഒരു ടൗൺ എത്തിയെന്നുള്ളൂ. ഇനി നമുക്ക് എത്ര 6 കിലോമീറ്ററൂടെ ഉള്ളൂ. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ആവും. അതായത് കസാക്കിസ്ഥാൻ്റെ ഒരു ബോർഡർ അടുത്ത് വരും. ഇവിടെ കാണുമല്ലോ. ഇവിടെ കാണണമല്ലോ. ഇനി ഇവിടെയൊക്കെ ചിലപ്പോൾ അതെ എഴുതി വെക്കാത്തതാണോ? മറ്റേ മണി റേറ്റ് കാണണമല്ലേ, പല കറൻസിയുടെയും റേറ്റ് ഉള്ളൊരു ബോർഡ് കാണുന്നതാണ്. ഇന്നിപ്പോൾ അതൊന്നും കാണുന്നില്ല ഇവിടെ. അത് കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ വൈകിട്ട് കാർഡൊന്നും വർക്ക് ചെയ്യുന്നില്ല. അടിപൊളി. ഉക്രൈനുമായിട്ടുള്ള ഇത് കാരണം യുദ്ധത്തിൻ്റെ ബേസിൽ ഇവിടെയുള്ള കാർഡ്സ്, ഫോറിൻ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കാര്യങ്ങളെല്ലാം ബാൻ ചെയ്തേക്കുവാണ്. അതുകൊണ്ട് പൈസ വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ സ്പെൻഡ് ചെയ്യാനോ കാർഡ് കൊടുത്താൽ വർക്കും ചെയ്യത്തില്ല.
സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ രാജ്യത്ത് നിന്ന് വെളിയിൽ ചാടുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്ക്. ഒരു വലിയൊരു പാലം കയറുവാണ്. താഴേക്കൂടെ പുഴ ഓടുന്നുണ്ട്. കായലോ പുഴയോ കടലൊന്നും അല്ലത്. കാപ്സൻ സീ. ഓക്കെ, അതിനെയാണ് നമ്മുടെ ചെറിയ സിറ്റിയിലേക്ക് കിടക്കുകയാണ്. പ്രോപ്പർ സിറ്റിയിലേക്ക് ഉള്ള എൻട്രൻസ് ആണ് ഇവിടെ. ഇവിടുന്ന് 6 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഇപ്പം ഓൾറെഡി ഞാൻ 6 മുമ്പേ ആയിരുന്നു. ഇപ്പം 4 കിലോമീറ്റർ ഇവിടെ. പിന്നെ വൈകിട്ട് അത്താഴത്തിനായിട്ട് ഡിന്നർ മത്തി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണക്കിറച്ചി ചൂടാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചു. പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. റൈസ് വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചേട്ടന്മാരെല്ലാം ഭയങ്കര തിരക്കിലാണ്. ബിസി ഇൻ വാട്സപ്പ്, ബിസി സംതിങ് എൽസ്. ബോസ്മാൻ ഏതായാലും ബുക്കിംഗ് accommodation for tomorrow. He's busy on it. I am here. I am also busy with something else. So all are busy. അപ്പം ഇന്നത്തെ ഫുഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഓൾറൈറ്റ്, അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക് ശുഭരാത്രി. ഗുഡ് നൈറ്റ്.